ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. പാപക്ഷമയും മോചനവും സൗജന്യമാണ്. സൗഖ്യവും സമാധാനവും നിത്യതയും സൗജന്യമാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ നമ്മെ ദൈവം വിളിക്കുമ്പോൾ എല്ലാവരും ആ വിളി കേൾക്കുന്നില്ല. എല്ലാവരും ആ വിളി കേട്ട് ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-15 വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ആരാണ് ദൈവമക്കൾ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവമക്കൾ. മനുഷ്യരെല്ലാവരും ദൈവമക്കൾ ആയിത്തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, യേശുവിനെ നാം കൈക്കൊള്ളണം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ദൈവമക്കളാകാൻ ഒരു തടസ്സവും ഇല്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്ത ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ആരാണ് നിന്റെ സഹോദരൻ? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്റെ വീട്ടിൽ ജഡപ്രകാരം ജനിച്ചവരല്ല നിന്റെ സഹോദരങ്ങളെന്ന് നീ മനസ്സിലാക്കണം. യഥാർത്ഥ സഹോദരങ്ങൾ ആരാണ്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു. പുരുഷാരം നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. അവരോട് അവൻ, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്നുത്തരം പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് മദ്യപാനം ശരിയോ തെറ്റോ? അവന് മദ്യപിക്കുവാൻ കഴിയുമോ? യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഒരു വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നപ്പോൾ യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം അറിയാമല്ലോ. ആ വീഞ്ഞ് ലഹരി പിടിക്കുന്ന വീഞ്ഞല്ല, മറിച്ച് വിവാഹത്തിന് അതിഥിക്ക് നൽകുന്ന മേൽത്തരം ലഹരിയില്ലാത്ത വീഞ്ഞ്. ആ വീട്ടിലെ കുറവ് അതായിരുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു എന്ന് പൗലോസ് പറയുകയാണ്.
ഇപ്പൊ ലോകത്തിന്റെ മക്കൾ പറയുന്ന വാദമുഖങ്ങളിൽ നിങ്ങൾ ഒരിക്കലും കുടുങ്ങിപ്പോകരുത്. അല്പം മദ്യപാനം കുഴപ്പമില്ല, ഒരു ബിയർ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്ന സാത്താന്യ ഉപദേശത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ബൈബിൾ വളരെ അസന്നിഗ്ധമായിട്ടാണ് ആരൊക്കെയാണ് ദൈവരാജ്യത്തിൽ പോകുക എന്ന് വെളിപ്പെടുത്തി തരുന്നത്. നമ്മൾ ഇത് കേൾക്കുക മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് നമ്മളെങ്കിൽ അത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകുക അത്യാവശ്യമായൊരു കാര്യമാണ്. പാപം മരണത്തെ കൊണ്ടുവരും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ യേശു മരണത്തെ തോൽപ്പിച്ച നമ്മുടെ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു മരണമേഖലയിൽ കടന്നു എന്ന് മരണത്തിന്റെ മേൽ എനിക്കാണ് അധികാരമെന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനോട് വ്യക്തമായി പറഞ്ഞു. അങ്ങനെ മരിച്ച ലാസർ ജീവനുള്ള ലാസറായി പുറത്തു വന്നു. അതുപോലെയാണ് നാമും ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ നാം എത്ര കാലമായാലും നാം അതുപോലെ ജീവനുള്ളവരായി കർത്താവിന്റെ സന്നിധിയിലേക്ക് രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെട്ടിരിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നാം വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭവനത്തെയും നിലത്തെയും അവന്റെ വേലക്കാരനെയും വേലക്കാരത്തെയും അവന്റെ കാളയെയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ ചെയ്യുന്ന പാപം ദൈവം കാണുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായം 21-22 വാക്യം. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസ്സുമില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്ന ഒന്നുമില്ല.
സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കുറുക്കി കൊള്ളേണ്ട ഒരു വാക്യമാണിത്. നിരീശ്വരവാദികളെ ദൈവം ശിക്ഷിക്കും. 14-ാം സങ്കീർത്തനം 1-2 വാക്യം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സങ്കീർത്തനം 9:17. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. മത്തായി സുവിശേഷം 25-ാം അധ്യായം 46-ാമത്തെ വാക്യം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. മത്തായി സുവിശേഷം 13-ാം അധ്യായം 41-42 വാക്യം. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ന്യായവിധിയുണ്ട്. എല്ലാവർക്കും ന്യായവിധിയുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ധൈര്യം ന്യായാസനത്തിൽ ന്യായം വിധിക്കാനിരിക്കുന്നത് യേശുവാണ് എന്നുള്ളതാണ്. എന്നാൽ അഭക്തന്റെയും പാപികളുടെയും സ്ഥിതി എന്തായിത്തീരും? 1 യോഹന്നാൻ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തികൾ 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തിരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ യേശുക്രിസ്തുവിന്റെ കൃപ ആർക്കാണ് ലഭിക്കുന്നത്? 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു മനുഷ്യൻ അനുദപിച്ചാൽ മാത്രം പോരാ, മാനസാന്തരവും കൂടി വേണം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ വാക്യം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പസ്തോല പ്രവർത്തികൾ 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഒരു മനുഷ്യന് എങ്ങനെ പാപക്ഷമ കിട്ടും? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും.
ദൈവം പറയുന്നത് ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ നിന്ന് വേർപെടണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിങ്കൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. നാം ദൈവത്തിലായിത്തീരണമെങ്കിൽ നാം വീണ്ടും ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2:11 വാക്യം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു നമുക്ക് നിത്യജീവൻ തരും. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നീ രക്ഷാനിർണയം പ്രാപിക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായം 18-19 വാക്യം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 17-ാമത്തെ വാക്യം. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ യേശു നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ദൈവമാണ്. സങ്കീർത്തനം 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രബോധങ്ങളുമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച്
എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അനുസരിക്കണം, അനുസരിച്ചേ മതിയാകും. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായും സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ എവിടെയും ഏറ്റുപറയണം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. സാത്താൻ നമ്മുടെ പ്രധാന ശത്രുവാണ്. 1 പത്രോസ് 5-8 വാക്യം, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യവും 10-11 വാക്യവും, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ളവരെ, സാത്താന്റെ മേൽ നിശ്ചയമായും നമുക്ക് ജയമുണ്ട്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. 1 യോഹന്നാൻ 3:8, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-8 വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. യേശു നിന്റെ ദൈവമായി തീരേണ്ടതിന്, നീ ദൈവത്തിന്റെ പൈതലായി തീരേണ്ടതിന് നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കേണ്ടത് ആവശ്യമാകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യം, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും.
1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പസ്തോല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു.